അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ്. അപ്പോൾ നമ്മളെ സദ്യയിലെ പ്രധാനപ്പെട്ട രൂപമാണ് എരിശ്ശേരി. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. നമ്മളെ സദ്യയിലൊക്കെ ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ എരിശ്ശേരി എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മമ്പയർ നല്ല കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണിത്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു 2-3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ മമ്പയർ വെന്തു. ഇനി നമുക്കിതിലേക്ക് ഇടാൻ മത്തനാണ്. മത്തൻ ഞാൻ ചെറുതാക്കി നല്ല കഴുകിയതിന് ശേഷം നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ മത്തൻ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി മത്തനൊക്കെ ഇട്ടതിന് ശേഷം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ മത്തൻ വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരവിയിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത്. ഫൈനായിട്ട് അരയൊന്നും വേണ്ട, ഇതേ ഒരു രൂപത്തിൽ മതി. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക. ആ കടുകിട്ട് കൊടുത്തു. ഇനി കടുകൊന്ന് നല്ലൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ചിരവിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ഇതിലേക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടായിക്കോട്ടെ, അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങൻ്റെ അളവിലൊന്നും കുറവ് വരുത്തണ്ട. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ അവിടെ ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്തൻ ഇവിടെ റെഡി ആയിക്കണം നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ മത്തനൊക്കെ നല്ലൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് ഈ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ മത്തനൊക്കെ നല്ല ഉടച്ചെടുത്തു. അതിനിടയിൽ നമ്മൾ ഈ തേങ്ങ ഒന്ന് ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ കരിഞ്ഞ് പിടിക്കും. തീ നല്ല കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ആദ്യം അരച്ച അരപ്പുണ്ടല്ലോ, അത് നമ്മൾക്ക് ഈ മത്തനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ അരപ്പ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ അരപ്പ് ഇട്ടതിന് ശേഷം ഈ തേങ്ങൻ്റെ ഈ പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് സ്റ്റൗ തന്നെ വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇടയിൽ നമ്മൾക്ക് തേങ്ങ വറുക്കാനുള്ളത് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വറവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒരു ഗോൾഡൻ കളറായിന് വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തേങ്ങ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എരിശ്ശേരിക്ക് ഇനി ഒന്നും ചേർത്താനൊന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മളെ
അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ എരിശ്ശേരി ഇവിടെ റെഡിയായി. നമ്മളെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. മമ്പയറും മത്തനും ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ എരിശ്ശേരി റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾ പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.